പലയിടത്തും കേട്ട ഒരു പദമാണ് ഐസിസ് വധു. കേട്ടിട്ടുണ്ടോ? ഐസിസ് വധു എന്ന് പറഞ്ഞാല് സിറിയയിലെ ഐസിസ് ഭീകരന്മാർക്കെല്ലാം വധുവായിരിക്കും, ലൈംഗിക അടിമ. അതായത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും ഐസിസ് വധു എന്നടിച്ചു കൊടുത്താൽ കിട്ടുന്ന ഒരു പേര് ലണ്ടൻകാരിയായിട്ടുള്ള ഷമീമ ബീഗത്തിൻ്റെതാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ നിമിഷ ഫാത്തിമയെ ചേർത്ത് വായിക്കണം, സോണിയ സെബാസ്റ്റ്യനെ ചേർത്ത് വായിക്കണം, മെറിൻ ജേക്കബ്, റഫീല എന്ന് തുടങ്ങി ഈ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന്, പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂര്, തൃക്കരിപ്പൂർ, പടന്ന തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും ഈ രാജ്യത്തെ അല്ല ലോകം മുഴുവനും ഇസ്ലാം മാത്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയും കാഫിറുകളെ കൊന്നൊടുക്കുന്നതിന് വേണ്ടിയും ഐസിസ് എന്ന് പറയുന്ന ആർമിയിലേക്ക്, അള്ളാഹുവിന്റെ ആർമിയിലേക്ക് ചേരാൻ വേണ്ടി പോയതാണ്. ഐസിസ് ഭീകരനായിട്ടുള്ള യാഗോ റിഡിജിക് അവന്റെ ഭാര്യയാണ് ഷമീമ ബീഗം. പോകുന്നത് 16-ാമത്തെ വയസ്സിലാണ് കേട്ടോ. അവിടെ പോയിട്ട് കിട്ടിയതാണ്. പല കെട്ടിയോന്മാരിൽ ഒരു കെട്ടിയോനാണ് ഈ കെട്ടിയോൻ, UK-കാരി. അവസാനം അഫ്ഗാൻ താലിബാൻ പിടിച്ചെടുത്ത സമയത്ത് കാബൂളിലെ ജയിലിലുള്ള ആളുകളെയൊക്കെ അതാത് രാജ്യത്തേക്ക് മടക്കി അയക്കാൻ വേണ്ടിയിട്ട് താലിബാനികൾ തീരുമാനിച്ചു. ഇന്ത്യയുമായും ബന്ധപ്പെട്ടു. ഇന്ത്യയുടെ നയതന്ത്ര ഏജൻസികളൊക്കെ അവിടെ പോയി ഇവരെ കാണുന്നു. നിമിഷ ഫാത്തിമയുമായിട്ടും സോണിയ സെബാസ്റ്റ്യനുമായിട്ടും ഒക്കെ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് വല്ല നിർബന്ധമൊന്നുമില്ല, നിങ്ങൾ നിർബന്ധിച്ചാൽ വരാം, നിങ്ങൾ നിർബന്ധിക്കണം ഇന്ത്യയിലേക്ക് വരണമെന്ന്, കേരളത്തിലേക്ക് വരണമെന്ന്, എന്നാൽ ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കാമെന്ന്. അല്ല, ഞങ്ങൾക്ക് വലിയ നിർബന്ധമൊന്നും ഇല്ലാന്ന് എന്നെയ്യേ, ഇവിടെ തന്നെ നിന്നോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പറയല്ലേ, ഞാൻ വെറുതെ ഒരു ഗുമ്മിന് വേണ്ടിയിട്ട് പറഞ്ഞെന്ന് കരുതി തമാശയ്ക്ക് പറഞ്ഞ നിങ്ങളൊന്നും കാര്യമാക്കലേ, എന്നെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ, വേണ്ട. ഈ സൈസൊന്നും ഇന്ത്യയിൽ എടുക്കില്ല. ഇന്ത്യക്കെതിരെ പടപൊരുതാൻ വേണ്ടിയിട്ട് ഐസിസ് ആർമി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടതല്ലേ, അവിടെ നിന്നോളാൻ. അവസാനം ഈ സോണിയ സെബാസ്റ്റ്യൻ ഒരു ഇന്റർവ്യൂ അതിനകത്ത് പറയുകയാണ്, ഞാൻ വിചാരിച്ചതുപോലെയൊന്നുമല്ല, ഐസിസിനെ കുറിച്ച് ഞാൻ കേരളത്തിലിരുന്നപ്പോൾ അവർ ഭയങ്കര ഭക്തരാണ്, അതാണ് ഇതാണെന്നൊക്കെ വിചാരിച്ചത്. നിസ്കരിക്കത്ത് പോലുമില്ല, ചുമ്മാ കൊള്ളയും കൊലയും ബലാത്സംഗവും അല്ലാതെ മറ്റൊന്നും ഇതിനകത്തില്ല. ഇതിലേക്ക് വരുന്ന ആളുകൾ കൂടുതൽ ആലോചിക്കണം കേട്ടോ. ഞങ്ങൾ വന്നതുപോലെയുള്ള സുഖ സൗകര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല, ഒന്നുമില്ല, കെട്ടിയോമാരും ചത്തുപോയി, അവർ പറയാം. എന്തായിരുന്നാലും ഈ UK-കാരിയായിട്ടുള്ള ഷമീമ ബീഗം ഉൾപ്പെടെയുള്ള ഐസിസ് തടവുകാരെ സിറിയയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് മോചിപ്പിക്കാൻ ഒരു സാധ്യത 2-3 വർഷങ്ങൾക്ക് മുമ്പ് തെളിഞ്ഞു വന്നിരുന്നു. നിലവില് വടക്ക് കിഴക്കൻ സിറിയയിലെ അൽറോജ് എന്ന് പറയുന്ന ക്യാമ്പിലാണ് ഐസിസ് വധു എന്നറിയപ്പെടുന്ന ഷമീമ ബീഗം തടവിൽ കഴിയുന്നത്. എന്നും ആദ്യ രാത്രി 10 വർഷമായി അവൾ പോയിട്ട്, 16 വയസ്സുള്ളപ്പോൾ പോയതാണ്. 26-കാരിയായിട്ടുള്ള ഷമീമയുടെ പൗരത്വം ബ്രിട്ടൻ പുകഞ്ഞ കൊള്ളി പുറത്ത് എടുത്ത് വെളിയിലിട്ടു. 15 വയസ്സും ഏതാനും മാസങ്ങളുമായപ്പോഴാണ് ഐസിസ് ചേരുന്നതിന് വേണ്ടി ബ്രിട്ടൻ വിട്ടിട്ട് ഷമീമ സിറിയയിലേക്ക് പോയത്. അത് കഴിഞ്ഞ 21-കാരനായിട്ടുള്ള യാഗോ റിഡിജിക്കിനെ വിവാഹം കഴിക്കുന്നു. കുർദിഷ് നേതൃത്വത്തിലുള്ള സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് അഥവാ SDF ആണ് അഭയാർത്ഥി ക്യാമ്പ് ഇപ്പോൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. 9,000-ത്തിലധികം ഐസിസ് തടവുകാരാണ് ഇവിടെയുള്ളത്. വടക്ക് കിഴക്കൻ സിറിയയിലുടനീളമുള്ള ജയിലുകളിൽ ഉഗ്രമായിട്ടുള്ള പോരാട്ടങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലാണ് ഷമീമയുടെ മോചനത്തിന് വഴിയൊരുങ്ങുന്നു എന്നൊരു വാർത്ത വരുന്നത്. പക്ഷേ ബ്രിട്ടന് വേണ്ട, ഇങ്ങോട്ടെടുക്കത്തില്ല, അവരുടെ പൗരത്വം റദ്ദ് ചെയ്തു, പുകഞ്ഞ കൊള്ളി പുറത്ത് പോയിക്കോ. സിറിയൻ പ്രസിഡന്റ് ആയിട്ടുള്ള അന്ന് ബാഷർ അൽ അസദിന്റെ ഓർമ്മയുണ്ടോ? മനുഷ്യനെ റബ്ബർ ഷീറ്റ് പോലെ അടുക്കി വെച്ച മനുഷ്യൻ, ഒരു മെഷീൻ അതിന് വേണ്ടി തന്നെയുണ്ട്. അവനെ എതിർക്കുന്ന ആളുകളെയൊക്കെ മെഷീനകത്ത് വെച്ചിട്ട് അവൻ റബ്ബർ ഷീറ്റ് അടിക്കുന്നത് പോലെ അടിച്ചാണ് കൊന്നടുക്കി വെച്ചത്. അവനാണ് ബാഷർ അൽ അസദ്. അവന്റെ സേനയുമായിട്ടുള്ള പോരാട്ടത്തിൽ ഈ ഐസിസ് ക്യാമ്പിന്റെ നേതൃത്വം വഹിക്കുന്ന SDF-ന് സിറിയയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളുടെയും നിയന്ത്രണം നഷ്ടപ്പെട്ടു. 2 ഗ്രൂപ്പുകളും വെടിനിർത്തലിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ SDF-ന്റെ നിയന്ത്രണത്തിലുള്ള 3 തടങ്കൽ കേന്ദ്രങ്ങൾക്ക് ചുറ്റും ആക്രമണമുണ്ടായി. ഐസിസ് തടവുകാരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞ് SDF പറഞ്ഞു, രംഗത്ത് വന്നു. പറ്റിയില്ല. ഒട്ടേറെ തടവുകാർ
ദേർ അൽ സൂർ എന്ന് പറയുന്ന മേഖലയിലെ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഐസിസ് ഭീകരർ രക്ഷപ്പെടുന്നതും അവരെ മോചിപ്പിക്കുന്നതും അന്താരാഷ്ട്ര തലത്തിൽ ആശങ്ക ഉയർത്തും എന്ന ഒരു നിലപാടുമായിട്ട് ഒരുപാട് രാജ്യങ്ങളും രംഗത്ത് വന്നു. അതോടെ തൽക്കാലം അവരുടെ മോചനം അവിടെ നിർത്തിവെച്ചു. അപ്പോ ഇന്ത്യയിൽ നിന്ന് പോയ ഇന്ത്യക്കാരായിട്ടുള്ള മലയാളികളായിട്ടുള്ള പെണ്ണുങ്ങൾ ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പോയതല്ലേ? തൽക്കാലം അവിടെ നിന്നോട്ടെ. കാരണം ഇന്റർവ്യൂ ചെയ്യുന്നതിനിടയിൽ ഈ സോണിയ സെബാസ്റ്റ്യന്റെ കയ്യിലുണ്ട് ഒരു പ്രോഡക്റ്റ്, ഒരു ട്രോഫി ഇരിപ്പുണ്ട്. അപ്പോൾ ആ കുഞ്ഞിന്റെ കയ്യിൽ NIA-ക്കാരൊരു ചെറിയൊരു ഡോള് കൊടുത്തു. ഒരു പെൺകുട്ടിയുടെ ഡോളായിരുന്നു, അതിനകത്ത് തുണിയൊന്നും ഉണ്ടായിരുന്നില്ല. 2 വയസ്സ് 2.5 വയസ്സുള്ള കുഞ്ഞ് ഇതിന്റെ കഴുത്ത്, ഈ ഡോളിന്റെ കഴുത്തിങ്ങനെ കറക്കി പിച്ചെടുത്ത് പുറത്തെറിഞ്ഞു. അപ്പം തന്നെ നമ്മുടെ NIA ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി ഈ പരിപാടിയൊന്നും നമുക്ക് പറ്റില്ല. അങ്ങനെ കഴുത്തുവെട്ടൽ ടീമിൻ്റെ അടുത്ത് തന്നെ നിന്നു. അപ്പോൾ ഈ കുഞ്ഞു വരെ ഏത് രൂപത്തിലാണ് അതിൻ്റെ ബുദ്ധി ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർ നമ്മുടെ നാട്ടിൽ വന്നാൽ നമ്മുടെ രാജ്യം തകർക്കാൻ ഇവളുമാര് മതിയാകും. അതുകൊണ്ട് തൽക്കാലം ഐസിസ് വധൂവരന്മാരായിട്ട് ആ ക്യാമ്പിൽ തന്നെ ജീവിച്ചോ, കുഴപ്പമില്ല എന്ന് ഇളക്കം വന്ന് പോയതല്ലേ. നമുക്ക് വളരെയധികം സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യവും കൂടി പറഞ്ഞു തരാം. ഇവിടുത്തെ സ്വർഗം എനിക്ക് വേണ്ട, സോണിയ സെബാസ്റ്റ്യനും വേണ്ട, നിമിഷ ഫാത്തിമയ്ക്കും വേണ്ട, മെറിൻ ജേക്കബിനും വേണ്ട, ഇവളുമാർക്കൊന്നും ഇപ്പൊ സ്വർഗം വേണ്ട എന്ന് മതേതര ജനാധിപത്യ മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന ചാണക സംഖ്യയായിട്ടുള്ള ചായക്കടക്കാരൻ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതം മതി. എത്രേ ഇതെന്ത് മാജിക്കാണല്ലേ. മനുഷ്യന്റെ ജീവിതം എത്ര പെട്ടെന്നാണെന്നേ മാറി മറിയുന്ന അഭിപ്രായങ്ങൾ. അതല്ലെങ്കിലും കീറാമുട്ടിയൊന്നും അല്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാനും മറിക്കാനും ഒക്കെ അഭിപ്രായങ്ങൾക്കല്ലേ പറ്റുള്ളൂ. പക്ഷേ രക്ഷയില്ല. സ്വർഗം മോഹിച്ച് തീവ്രവാദിയായി ലോകം മുഴുവനും ഇസ്ലാമിന്റെ കീഴിലാക്കാൻ വേണ്ടി പുറപ്പെട്ട ഒന്നിനെയും ഇവിടെ ആവശ്യമില്ല എന്ന് ഇന്ത്യ പറഞ്ഞു, കറ്റൻട്രി ആയിട്ട് പറഞ്ഞു. അങ്ങനെ നിമിഷ ഫാത്തിമയുടെ അമ്മ കുറെ ഫൈറ്റൊക്കെ ചെയ്യാൻ ശ്രമിച്ചു, രക്ഷയില്ല. പുകഞ്ഞ കൊള്ളിപ്പുറത്ത് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന രാജ്യവിരുദ്ധരായിട്ടുള്ള തീവ്രവാദികളെ ഇനിയും ഈ രാജ്യത്ത് കൊണ്ടുവന്നിട്ട് വീണ്ടും നമ്മുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന ഒരു വാളിന് മൂർച്ച കൂട്ടാൻ ഏത് ഭരണാധികാരിയാണ് തയ്യാറെടുക്കുക? നടക്കില്ല. അതേപോലെ യോഗിയൊക്കെ ആയിരിക്കണമായിരുന്നു, തീർത്ത് കിട്ടിയേനെ. അപ്പോൾ സ്വർഗം മോഹിച്ചു പോയ സോണിയ സെബാസ്റ്റ്യന്റെ ആ കാര്യം ഇപ്പൊ സ്വർഗം കിട്ടുന്നുണ്ട്, പക്ഷെ നരകം മതിയെന്ന് പറഞ്ഞിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. നിമിഷ ഫാത്തിമയുടെ ഗതിയും അത് തന്നെയാണ്. പക്ഷേ തീവ്രവാദിയായിട്ട് ഇനി എനിക്ക് മടുത്തു എന്ന് പറഞ്ഞിട്ട് ഈ 15 വയസ്സിൽ ഐസിസിലെത്തിയ, കുറച്ചുകൂടി കിളുന്തായിട്ടാണല്ലോ എത്തുന്നത്, അവളുടെ കാര്യമാണ് കുറച്ചുകൂടി സന്തോഷിക്കാവുന്നത്. ചില ആളുകളുടെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ കണ്ടാൽ സന്തോഷിക്കുന്നതൊന്നും ശരിയല്ലെങ്കിലും ഈ ലവളുമാര് നരകിക്കുന്നത് കാണാനാണ് ഏതൊരു ജനാധിപത്യ വിശ്വാസികളും സ്നേഹികളും ആഗ്രഹിക്കും. ഒരു കാലത്ത് IS എന്ന തീവ്രവാദ സംഘടനയിൽ ചേരുന്നതിന് വേണ്ടി ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഒട്ടേറെ പേർ അഫ്ഗാനിസ്ഥാനും സിറിയയിലും ഒക്കെ എത്തിയിരുന്നു. ഇന്ത്യയിൽ നിന്ന്, എന്തിനേറെ കേരളത്തിൽ നിന്ന് പോലും നിരവധി പേർ, അതായത് പെൺകുട്ടികൾ പോലും ഇത്തരത്തിൽ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ എത്തി അവരുടെ ജീവിതം ദുരിതമയമായി തീർന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അതാണ് ദി കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ. വളരെ കൃത്യമാണ്. സുദീപ്തോ സെൻ സംവിധാനം ചെയ്ത അദാ ശർമ്മ വേഷമിട്ട ആ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എതിർപ്പുമായി രംഗത്ത് വരാൻ കാരണം ഇവരുടെ തീവ്രവാദ കച്ചവടം പൂട്ടു എന്നുള്ളത് കൊണ്ടാണ്. ബ്രിട്ടനിൽ നിന്ന് സുഖകരമായി ജീവിച്ചിരുന്ന ഒരു സംവിധാനങ്ങളിൽ നിന്ന് സിറിയയിലെത്തി IS ചേരാൻ വേണ്ടി പോയ ഷമീമ ബീഗം എന്ന യുവതി. ഷമീമ ബീഗത്തിന്റെ വധു ജീവിതം മതിയായെന്ന് തോന്നുന്നു. മണവാട്ടി ജീവിതം മൂലം പൂരാടമായപ്പോൾ നരകം മതിയെന്ന് അങ്ങോട്ട് തീരുമാനിച്ചു. കഥയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ നിറയുന്നത്. ഷമീമ ബീഗം IS ആകൃഷ്ടയായി സിറിയയിലെത്തി അവിടുത്തെ തീവ്രവാദ നേതാവായി മാറും എന്ന് ആശിച്ചാണ് പോയത്. സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്ന കാലഘട്ടത്തിലാണ് ഈ പെൺകുട്ടി സിറിയയിലേക്ക് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിൽ ഒന്ന്. ഇവർ തനിച്ചല്ല പോയത്, കൂടെ പഠിച്ചിരുന്ന ചില വിദ്യാർത്ഥിനികളെയും കൂടെ കൂട്ടിയാണ് ഇവർ സിറിയയിലേക്ക് പോയത്. ഇതിലൊരാൾ പിന്നീട് കൊല്ലപ്പെടുകയായിരുന്നു. ഒരാൾ എവിടെയാണെന്ന് കുറിച്ച് ഇപ്പോഴും ആർക്കും ഒരു അറിവില്ല. ഷമീമയുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ അതിദയനീയമാണ്. ഷമീമയെ വളരെ പ്രായമുള്ള ഒരു മനുഷ്യൻ കല്യാണം കഴിക്കുകയും അതിൽ 3 കുട്ടികൾ ജനിക്കുകയും ചെയ്തു. പക്ഷേ ഈ കുട്ടികളൊക്കെ തന്നെ മരിച്ചുപോയി. ഷമീമ ബീഗം ഇപ്പോൾ ഒറ്റയ്ക്കാണ്. അപ്പോൾ സിറിയയിലെ വളരെ വിജനമായ സ്ഥലത്തെ ടെന്റിലാണ് കഴിയുന്നത്. 2019 തന്നെ ബ്രിട്ടൻ ഇവരുടെ പൗരത്വം പിൻവലിച്ചിരുന്നു. ഫലത്തിൽ ഷമീമ ബീഗത്തിന് ഇപ്പോൾ രാജ്യത്തെ പൗരത്വമില്ല. ഇപ്പോൾ എങ്ങനെയെങ്കിലും തിരികെ ബ്രിട്ടനിലെത്തിയാൽ മതി എന്നുള്ള നിലപാടിലാണ് ഷമീമ ബീഗം.
പലപ്പോഴും അവരുടെ വീട്ടുകാരെ അയച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ കൂട്ടുകാരെ അയച്ചു കൊടുക്കുന്ന ഏതാനും കുറച്ച് പൈസ കൊണ്ടാണ് ഈ ടെന്റിൽ ഇപ്പോൾ ജീവിക്കുന്നത്. എന്നാൽ മറ്റ് അവിടെ താമസിക്കുന്ന ആളുകൾ പറയുന്നതാകട്ടെ തങ്ങൾക്ക് ലഭിച്ചതിനേക്കാൾ സാമാന്യ സൗകര്യങ്ങളുള്ള ടെന്റാണ് ഷമീമയ്ക്ക് ലഭിച്ചത് എന്നാണ്. പക്ഷെ എന്നാലും ഇവിടെ ജീവിക്കാൻ വയ്യ, അത്രയും ക്രൂരമായ ജീവിതാനുഭവങ്ങളിലൂടെയാണ് ഈ പെൺകുട്ടി കടന്നുപോയത്. യാഥാർത്ഥ്യം ഒരു പക്ഷേ ഇപ്പോൾ വൈകിയെങ്കിലും വളരെ വൈകിയാണ് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത്. പക്ഷേ UK ഇന്ന് മുസ്ലിം തീവ്രവാദികൾ കൈയടക്കിയെങ്കിലും അന്നത്തെ UK ഭരണാധികാരി ശക്തമായിട്ടൊരു നിലപാടെടുത്തു. മോളെ ഡോണ്ടു, ഇങ്ങോട്ട് വേണ്ട, ഇത്തരം സൈസുകളെയൊന്നും നമ്മൾ എടുക്കത്തില്ല എന്ന് നരേന്ദ്രമോദി അതേ അഭിപ്രായത്തിൽ അന്നും ഇന്നും എന്നും ഉറച്ചു നിൽക്കുന്നു. ഇവളുമാരെ ഇനി ഇങ്ങോട്ട് കേറ്റില്ല. അതുപോലെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകത്തിന്റെ ഏതു കോണിലിരുന്ന് ചെയ്തിരുന്നാലും ശരി, ഇന്ത്യൻ പൗരത്വവും പേറിയാണ് ചെയ്യുന്നതെങ്കിൽ അവരെയൊക്കെ കൂടി പുറത്താക്കാനുള്ള ഒരു നിയമം ഈ രാജ്യത്ത് എന്നുണ്ടാകുമെന്ന് കാത്തിരിക്കുക നമ്മൾ. അതല്ലെങ്കിൽ അജ്ഞാതന്റെ കണ്ണിൽ ഇവരൊക്കെ ഒന്ന് പെട്ടാൽ ഒരുണ്ടയല്ലേ അജ്ഞാതന് പോകാനുള്ളൂ. നമ്മുടെ രാജ്യത്തിന് വലിയ വലിയ തലവേദനകൾ ഒഴിവായി കിട്ടില്ലേ. നന്ദി.